ഹരേ കൃഷ്ണ. ഒരിക്കൽ ഒറ്റപ്പാലത്ത് നിന്നും ഒരു കുടുംബം കുട്ടിക്ക് ചോറ് കൊടുക്കാനായി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ബസ് ഗതാഗതം ഒന്നും ഇല്ലാതെ കാലമായതിനാൽ കാളവണ്ടിയിലാണ് സംഘം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടത്. കാളവണ്ടി വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൊള്ളക്കാർ അവിടെ ചാടി വീണു. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചു. ആഭരണങ്ങളെല്ലാം കൊള്ളയടിച്ചു. അവർ ഗുരുവായൂരപ്പനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഗൃഹനാഥൻ്റെ മിലിറ്ററിയിലുള്ള മരുമകൻ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ തിരക്കി അവരോട് അവിടെ തന്നെ നിൽക്കുവാൻ പറഞ്ഞു. കൊള്ളക്കാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. അദ്ദേഹം പരിസരമാകെ പരിശോധിച്ചു. അപ്പോൾ കൊള്ളക്കാർ ഒരു കുറ്റിക്കാട്ടിന് അടുത്തിരുന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം കൊള്ളത്തലവനെ പേര് വിളിച്ച് ഇതാരുടെ മുതലാണെന്നറിയാമോ എന്ന് ചോദിച്ചു. വണ്ടിയിൽ വന്ന ആൾ പോലീസ് സബ് ഇൻസ്പെക്ടറാണെന്നും അദ്ദേഹം മടങ്ങിച്ചെന്ന് വിവരം അറിയിച്ചാൽ ശക്തമായ നടപടി എടുക്കുമെന്നും ഈ പ്രദേശത്ത് ഒന്നും നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ലെന്നും പറഞ്ഞു. അതിനാൽ അറിയാതെ പറ്റിയ തെറ്റാണെന്നും പറഞ്ഞ് സാധനങ്ങൾ മടക്കിക്കൊടുത്ത് ക്ഷമാപണം നടത്തുകയാണ് നല്ലതെന്ന് ഉപദേശിച്ചു. കൊള്ളക്കാർ സാധനങ്ങൾ എല്ലാം തിരിച്ചു കൊടുത്ത് അവരോട് ക്ഷമാപണം നടത്തി. കാളവണ്ടിയെ ഗുരുവായൂരിലേക്ക് യാത്രയാക്കി. അവർ സമാധാനത്തോടെ ഗുരുവായൂരിൽ പോയി ചോറൂണെല്ലാം നടത്തി സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞു. കൊള്ളക്കാരെ പേടിപ്പിച്ച് പറഞ്ഞയച്ച മരുമകൻ അവിടെ എത്തി. അപ്പോൾ അമ്മാവൻ മരുമകൻ ചെയ്ത ഉപകാരത്തെ ശ്ലാഘിക്കുകയുണ്ടായി. അമ്മാവൻ്റെ വാക്കുകൾ കേട്ട് മരുമകൻ അത്ഭുതപ്പെട്ടുപോയി. താൻ ബോംബെയിൽ ആയിരുന്നുവെന്നും ഇപ്പോഴാണ് ലീവ് കിട്ടി വരുന്നതെന്നും അറിയിച്ചു. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ച് അമ്മാവന് ബോധ്യമായത്. പൂന്താനത്തെ രക്ഷിക്കാൻ മാങ്ങാട്ടച്ഛനായി വന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് മരുമകനായി വന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിച്ചതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി.